ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ എരിവുള്ളത് കഴിക്കണമെന്ന് നമുക്ക് തോന്നൂലേ മഴയൊക്കെ കാണുമ്പോൾ. അങ്ങനെ തോന്നിയപ്പം ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ചെറിയ പീസാക്കി കഴുകി നന്നായി വൃത്തിയാക്കി വെക്കുക. ഇനി അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പോൾ ഈ വെള്ളം നമുക്ക് എന്തായാലും ആവശ്യമില്ല, ഇത് കളയേണ്ടതാണ്. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 5-6 വിസിൽ വരെയെങ്കിലും വേവിച്ചെടുക്കുക. അപ്പോൾ ചില കപ്പ അത്ര വെന്താലും ആ ഒരു വേവ് കാണൂല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. ഞാനിവിടെ നല്ല 6 വിസിലോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നമുക്ക് നന്നായിട്ട് തന്നെ ഊറ്റിക്കളയുക. കാരണം എന്ന് വെച്ചാൽ ചിലവർക്ക് ഈ കപ്പ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ, അത് ഇതിൻ്റെ സ്റ്റാർച്ചും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ വേവിച്ചിട്ട് വെള്ളം കളഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ വെള്ളം യൂസ് ചെയ്യരുത്, അത്ര നല്ലതല്ല. ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല, പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് 1 കിലോനോളം ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലും ഇറച്ചി പീസും ഒക്കെ ആയിട്ടുള്ള കുറച്ച് എല്ലൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ ഞാനതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ടേബിൾ സ്പൂണ് വേണ്ട. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും ആവശ്യത്തിന് ഒരു 1-2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു അരമുറി പുളിനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേവാൻ ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ ബീഫിൽ നിന്നൊക്കെയുള്ള വെള്ളം എന്തായാലും ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് പറ്റുമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അത് ഓരോ ബീഫിനും ഓരോ എന്താ പറയുക വേവായിരിക്കുമല്ലോ. ഞാനൊരു 9-10 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കുക. ഈ എല്ലും ഒക്കെ നന്നായി വേവണമല്ലോ. അപ്പോൾ ഒരു 9-10 വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അത് വേവുന്ന ടൈമിൽ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലുതും ഒരു ചെറുതും. കൂടുതൽ വേണ്ട. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് വലുതായത് കൊണ്ട് തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ചേർക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ കുറേ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ 2 പച്ചമുളക് മാത്രം മതി. പിന്നെ കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്ക് റെഡിയാക്കി വെക്കുക. ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഈ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചത്, പേസ്റ്റ് ആക്കണ്ട, ചതച്ചാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ എണ്ണയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടം ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. അതിനൊക്കെ ആ ഒരു പച്ചമണക്കം മാറിയതിന് ശേഷം മാത്രം നമുക്ക് സവാള ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി സവാളയൊക്കെ ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ. കാരണം നമ്മൾ ബീഫിലും അതുപോലെ തന്നെ കപ്പയിലൊക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ ഒരു സവാള വഴഞ്ഞ് കിട്ടാൻ വേണ്ടി അതിനാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല, 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1-2 ടീസ്പൂണിന് അടുത്തായിട്ട് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ജീരകത്തിൻ്റെ പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് വലിയ ജീരകയില്ലേ, അതിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ
എന്താ പറയുക ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതൊന്ന് ആ ഒരു പച്ച മണക്കം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ പൊടികളൊക്കെ ഒന്ന് എന്താ പറയുക മൂപ്പിച്ച ആ ഒരു മണം വരണം, അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മുടെ ബീഫൊക്കെ ആ ടൈമിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വേവൊക്കെ ഒന്ന് നോക്കുക. വേവൊക്കെ നോക്കിയിട്ട് ആ ഒരു മസാലയോടെ തന്നെ കണ്ട ഇതിൽ അത്ര കൂടുതൽ അങ്ങനെ വെള്ളമൊന്നും ഇല്ലല്ലോ. അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കാരണം അത് കളയരുത്. ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ ഈ ഒരു മസാലയിലോട്ട് ബീഫും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലല്ലേ. ഇനി ഇതിലോട്ട് ഞാൻ ആ കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫിൻ്റെ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ എനിക്കിതിൽ ചെറിയ ജീരകം നമ്മൾ നേരത്തെ 1/2 ടീസ്പൂണല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പയും കൂടി ചേർത്ത് കൊടുക്കുക. കപ്പ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഉടച്ചിട്ടില്ല, കാരണം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അങ്ങനെ ഉടഞ്ഞ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലിട്ടിട്ടാട്ടോ എല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ ഉടച്ചിട്ട് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ പീസായിട്ട് വേണ്ടെങ്കിൽ ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇതിൽ ഈ ഒരു എല്ലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഉടഞ്ഞ് വരില്ല. അപ്പോൾ എന്തായാലും ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതിൽ ഒരു നല്ല ചൂട് തിളപ്പിച്ച ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ ഇവിടെ വെള്ളം കൂടി ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുമ്പം കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവും കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ അടച്ച് വെച്ച് ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മഴക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. ബീഫ് തീരുന്ന മുന്നേ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോ. കാരണം ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടും അതുപോലെ ഓരോ കമൻസിനും താങ്ക് യു സോ മച്ച്. അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. ഹോം ടൂർ ആയാലും കിച്ചൺ ടൂർ ആയാലും എന്തായാലും ഞാൻ നോക്കിയിട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.